അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. ഭാവിയിൽ കേന്ദ്ര കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഫാർമർ ഐ ഡി നിർബന്ധമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാർഷിക ആനുകൂല്യങ്ങൾ കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്നു അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ നടന്നിരുന്നത്. നിലവിൽ കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ രജിസ്റ്റർ ചെയ്യാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐ ഡി ലഭിക്കും. ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഈ ഐ ഡി നിർബന്ധമായിരിക്കും. കർഷകരുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ഏകീകൃത ഐ ഡി നമ്പറുമായി ബന്ധിപ്പിക്കും. ഭൂരേഖ വിവരങ്ങൾ പരിശോധിച്ച ശേഷമാണ് റവന്യൂ വകുപ്പ് കർഷക ഐ ഡിക്ക് അനുമതി നൽകുന്നത്. അതിനാൽ വില്ലേജ് ഓഫീസുകളിലെ പരിശോധന പൂർത്തിയായാലേ ഐ ഡി ലഭ്യമാകൂ. ആധാറും ഭൂമിയുടെ രേഖകളും ഒരിക്കൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ പുതിയ പദ്ധതികൾക്കും ആവർത്തിച്ച് രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാകും. ഇതാണ് കർഷക രജിസ്ട്രിയുടെ പ്രധാന പ്രത്യേകതയും. ഇതുവഴി ആനുകൂല്യങ്ങളും സബ്സിഡികളും കൂടുതൽ സുതാര്യമായും വേഗത്തിലും കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭ്യമാകും. ഭാവിയിൽ ഡിജിറ്റൽ ക്രോപ്പ് സർവേയുമായി ബന്ധിപ്പിക്കുന്നതോടെ ഇൻഷുറൻസ് ക്ലെയിമുകളും അതിവേഗം ലഭ്യമാകാൻ സാധിക്കും. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.